അതുകൊണ്ട് 498A IPC അല്ലെങ്കിൽ 85 BNS പ്രകാരം അത് കുറ്റകരമാണ്. ക്രൂവൽറ്റി ടു വൈഫ്, തൻ്റെ ഭാര്യയുടെ മുമ്പിൽ ഒരു ക്രൂവൽറ്റി കാണിച്ചിരിക്കുന്നു, മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുന്നത് ക്രൂവൽറ്റി തന്നെയാണ് ഭാര്യയുടെ മുമ്പിൽ. 498A അല്ലെന്നുണ്ടെങ്കിൽ 85 BNS സുഖമായിട്ട് നിലനിൽക്കുന്ന കേസാണ്. ഏതായാലും പോലീസിലേക്ക് പരാതി പോയി 112 വിളിച്ചു പറഞ്ഞപ്പം പോലീസ് സോമോട്ടോ ആയിട്ട് കേസെടുക്കണം. മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് എന്താണെന്നറിയില്ല. അതേസമയത്ത് ഗണേശൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിനകത്ത് നമ്മൾ കണ്ടു എത്ര ശക്തിയുക്തമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് പറഞ്ഞത്. അതേ രാഹുൽ മാങ്കൂട്ടം ഇപ്പം പ്രതികരിച്ചത് കുറച്ച് സോഫ്റ്റായിട്ടാണ് എന്ന് മനസ്സിലാകുന്നു. 3 സ്ത്രീകളുടെ പരാതിയിൽ വിരളി പിടിച്ചു നമ്മുടെ സംസ്ഥാന സർക്കാർ. DGPയും ആഭ്യന്തര വകുപ്പും ഓടി നടന്ന് കേസെടുത്തു. അത് വെറും ഒരു തുണ്ട് കടലാസിൽ ഒരു പരാതി കൊടുത്തതാണ്, ഓൺലൈനിൽ കൊടുത്തു. അത് അധികാര സ്ഥാനത്തുള്ളവർക്കല്ല, KPCC പ്രസിഡന്റിനൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ തപ്പി നടന്നു. ഏതായാലും അത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ചില ബന്ധങ്ങളായതുകൊണ്ട് കേസ് നിലനിൽക്കില്ല എന്ന് ജില്ലാ കോടതിക്ക് മനസ്സിലായി. അതോടൊപ്പം ഹൈക്കോടതിക്ക് മനസ്സിലായി. സുപ്രീം കോടതിയുടെ റൂളിങ്സും അക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് 3 കേസെടുത്തു. ആ കേസിലെ അന്വേഷണ ടീമിൽ സഹായിച്ചില്ല എന്ന് പറഞ്ഞ് തിരുവല്ല DOSPയും ഇപ്പം സസ്പെൻഡ് ചെയ്തിരിക്കുന്നു.